വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്? എവിടെ വെച്ച് എങ്ങനെ സംഭവിച്ചു ഇത്? അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എരുമക്കൊല്ലി, അതായത് മേപ്പാടിക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ എരുമക്കൊല്ലി എന്ന് പറയുന്നത്. എരുമക്കൊല്ലി പൂളക്കുണ്ട് കോളനി സ്വദേശിയായിട്ടുള്ള ആളാണ് അറുമുഖൻ. അദ്ദേഹമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ എത്തിയിട്ടില്ല, അവരെത്തുന്നതേയുള്ളൂ. ഈ വിവരം പുറത്തു വന്നേയുള്ളൂ. എന്തായാലും പ്രദേശവാസികളാണ് ഈ വിവരം നമ്മളെ അറിയിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറുമുഖൻ എന്ന് പറയുന്ന ആൾ കോളനിയിലേക്ക് വരുന്ന വഴി കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മേഖലയിൽ, അതായത് ഈ പ്രദേശങ്ങൾ സുർജിത്ത്, ഇത് ജനവാസ മേഖലയിൽ വെച്ചാണോ ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? അതോ കാട്ടിലാണോ? അതോ അതിന്റെ പശ്ചാത്തലം എന്താണ്? അതിന്റെ ഒരു ഭൂമിശാസ്ത്രം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാവുന്നതേയുള്ളൂ. ഈ കോളനിയിലേക്ക് വരുന്ന വഴിയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇദ്ദേഹം വിധേയനായത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, വിവരങ്ങൾ വ്യക്തമാവുന്നതേയുള്ളൂ. എന്തായാലും ആ പ്രദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. എരുമക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം നേരത്തെയും ഈ പുലിയടക്കം ഇറങ്ങിയിരുന്ന ആ ഒരു പ്രദേശമാണ് എരുമക്കൊല്ലി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശം കൂടിയാണ് ഈ മേഖല. പ്രത്യേകിച്ച് തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. അവിടെയെല്ലാം തന്നെ സ്ഥിരമായി വന്യമൃഗ ശല്യം രൂക്ഷമായ പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി ചൂരൽമലയ്ക്കപ്പുറം അട്ടമലയിൽ ഒരാളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ട് അധിക ദിവസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് നൂൽപ്പുഴയിലായിരുന്നു, അതിന് തൊട്ട് തലേദിവസം നൂൽപ്പുഴയിലായിരുന്നു സമാനമായ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് അറുമുഖൻ എന്നാണ്. ഇദ്ദേഹം ഈ പുളക്കുണ്ട് കോളനിയിലേക്ക് വരുന്ന വഴിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. വിജയകുമാർ. ശരി സുർജിത്ത്, അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമ്മൾക്ക് ഒരിക്കൽ കൂടി ആ ഘട്ടത്തിൽ ആ വാർത്തയിലേക്ക് വരാം. ഏറ്റവും ഒടുവിൽ വരുന്നത് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി. മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴി കാട്ടാന ആക്രമിച്ചു എന്ന പ്രാഥമിക വിവരം മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസോ ഒന്നും അവിടേക്ക് എത്തിയിട്ടില്ല. നാട്ടുകാർ നൽകിയ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ പക്കലുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് അല്പസമയത്തിനകം അവിടെ എത്തും. ആ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ആ വാർത്തയിലേക്ക് വരും.